സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ഉണ്ടായിരിക്കുകയാണ്. ഈ അസുഖം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നാണ് കോമൺ ആയിട്ട് ഇത് ഉണ്ടാകുന്നത്. നീർച്ചാലുകൾ, അതുപോലെ ഒഴുകാത്ത വെള്ളം, സ്വിമ്മിംഗ് പൂള്, അതുപോലെ ക്ലീൻ ചെയ്യാത്ത, ക്ലോറിനേറ്റ് ചെയ്യാത്ത ഈ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇതുപോലെ അമീബിക് ഇൻഫെക്ഷൻ കാണാം. അപ്പോൾ അവിടെ നമ്മൾ ഇറങ്ങി കുളിക്കുന്ന സമയത്ത് മൂക്കിലൂടെ ഇത് കയറി ചില ആളുകളിൽ ഇത് നേരെ ബ്രെയിനിലോട്ട് പോകും. ബ്രെയിനിൽ പോയി അത് ബ്രെയിനിലും ഇൻഫെക്ഷൻ ഉണ്ടാക്കും, ബ്രെയിനിന് ചുറ്റും ഇൻഫെക്ഷൻ ഉണ്ടാക്കും. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ശക്തമായ പനി, ശക്തമായ തലവേദന, വൊമിറ്റിംഗ് ഉണ്ടാവും, പെട്ടെന്ന് വൊമിറ്റിംഗ് ഉണ്ടാവും, കഴുത്ത് സ്റ്റിഫ്നെസ് ആയിരിക്കും, കഴുത്ത് അനക്കുന്ന സമയത്ത് വേദന ഉണ്ടാവും. അതാണ് ക്ലൂ. അത് കണ്ടെത്തിയാൽ അതിനർത്ഥം നമ്മൾ മെനിഞ്ചോ എൻസെഫലൈറ്റിസിലോട്ട് പോവുകയാണ്, അല്ലെങ്കിൽ മെനിഞ്ചൈറ്റിസ് ഉണ്ടാവുന്നു എന്നാണ് ലക്ഷണം. അതിനോടൊപ്പം അപസ്മാരം, പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക, ബോധക്ഷയം, ഓർമ്മക്കുറവ്, ഇതൊക്കെയാണ് ഇതിൻ്റെ അപകട ലക്ഷണങ്ങൾ. അപ്പോൾ ഇത് വരാതെ നോക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ആവശ്യമില്ലാത്ത ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുക, നീർച്ചാലകൾ, അതുപോലെ വെള്ളം ഒഴുകാത്ത സ്ഥലങ്ങളിൽ ഇറങ്ങി കുളിക്കാതിരിക്കുക, മൂക്കിൽ വെള്ളം